ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. 3 ഘട്ടങ്ങളിലായിട്ട് നടന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ അവസാനിച്ചു. പിന്നെ എല്ലാവരും എന്തായിരിക്കും കട്ട് ഓഫ്, എത്രയൊക്കെ പഠിക്കണം, എന്തായിരിക്കും സിലബസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ചർച്ചകളിലാണ് എല്ലാവരും മുമ്പോട്ട് പോകുന്നത്. സോ ഈ വരുന്ന പരീക്ഷകളുണ്ടല്ലോ, ഈ ഡിഗ്രി മെയിൻസിൻ്റെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ പേര് പഠിക്കുന്ന പരീക്ഷ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അത് മറ്റൊന്നുമല്ല, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ആളുകൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പഠിക്കണമെന്ന് അറിയാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കഴിഞ്ഞ വട്ടം എന്ന് പറയുമ്പോൾ 2022 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 2 പരീക്ഷകളാണ് നടന്നത്. പക്ഷെ രണ്ടും ഒരൊറ്റ പരീക്ഷയായിരുന്നു, 2 നോട്ടിഫിക്കേഷൻ ഒരൊറ്റ പരീക്ഷയായിട്ടാണ് അവിടെ നടത്തിയത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ 2 കാറ്റഗറി ഉണ്ടായിരുന്നു. 26/2022, അതോടൊപ്പം തന്നെ 651/2021. സോ 2 കാറ്റഗറിയിലായിട്ടാണ് ആ ഒരു പരീക്ഷകൾ നടന്നത്. നമുക്ക് എല്ലാം രണ്ടും ഒരൊറ്റ പരീക്ഷയായിരുന്നെങ്കിലും 2 കാറ്റഗറിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന്റെ അഡ്വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഡിഗ്രി നിലവാരമുള്ള, ഒരു ഡിഗ്രി യോഗ്യതയുള്ള ആൾക്ക് കിട്ടുന്ന പരീക്ഷയാണ് ഡിഗ്രി ലെവൽ എക്സാം. അതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ പോയത് ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. 2303 ആണ് ആദ്യത്തെ കാറ്റഗറി. 2022, 2026, 2022 എന്നുള്ള കാറ്റഗറി പോയേക്കുന്നത് 2303 അഡ്വൈസുകളാണ്. അതോടൊപ്പം തന്നെ 2021 653 എന്നുള്ള കാറ്റഗറിയിലേക്ക് 932. സോ ഇത്രയേറെ അഡ്വൈസുകളാണ് പോയത്. ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 3763 പേരുള്ള മെയിൻ ലിസ്റ്റിൽ ഏകദേശം 2303 പേർക്ക് അഡ്വൈസ് പോയതെന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. കാരണം അത്രയ്ക്കും പ്രോബബിലിറ്റി ഉള്ള ഒരു കേസാണ്. ഈ ഒരു ലിസ്റ്റ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്ന ലിസ്റ്റാണ്. ഈ വർഷം അല്ലെങ്കിൽ ഈ വർഷം കൂടി ഉണ്ടാകും. അതോടൊപ്പം അടുത്ത വർഷം ആയിരിക്കും ഇത് ക്യാൻസൽ ആവുന്നത്. സോ ഇനിയും ഇതിൽ നിന്ന് എന്ത് പോകും, അഡ്വൈസ് പോകും. സോ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ജോലി കിട്ടാൻ ഏറ്റവും ചാൻസ് ഉള്ള ഒരു എക്സാം ആണ് എന്തെന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1734 പേരുള്ള മെയിൻ ലിസ്റ്റിൽ നിന്ന് 932 പേർക്ക് എന്ത് പോയിട്ടുണ്ട്, അവിടെ അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നെ സിലബസിനുള്ള ചർച്ചയൊക്കെയാണ് എല്ലാവരും. എന്തായാലും ഇതിന്റെ ഇന്റർവ്യൂ ഒന്നും കാണാനായിട്ടുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു മെയിൻസ് നല്ല രീതിയിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഒരു ഗവൺമെന്റ് ജോബ്, ഡിഗ്രി നിലവാരത്തിലുള്ള ഒരു ഗവൺമെന്റ് ജോബിലേക്ക് വരാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എങ്ങനെ വന്നാലും ഒരു 40 അടുത്തുള്ള അല്ലെങ്കിൽ 40 താഴെ ഉള്ള ഒരു കട്ട് ഓഫ് ആയിരിക്കും വരുന്നത്. നമ്മുടെ ആദ്യത്തെ കാറ്റഗറിയിൽ 39.07 ആണെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ 37.6. 40 താഴെ ആയിരിക്കും ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ കോമ്പറ്റീഷൻ കൂടുകയാണെങ്കിൽ ചിലപ്പോൾ അത് 40 ആ ഒരു റേഞ്ചൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി മെയിൻസിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ, ഡിഗ്രി മെയിൻസിന്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ അതും എത്രയാണ്, ഈ ഒരു 40 ആ റേഞ്ച് 43.3 ആണ് ഇതിന്റെ ഒരു കട്ട് ഓഫ്, മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. വേറെ ഒരു ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് ഇത്രയും താണ ഒരു കട്ട് ഓഫ് ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഉള്ള ചിലപ്പോൾ SI പോലെയുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉള്ള പരീക്ഷകൾക്കായിരിക്കും. പക്ഷേ ഇതിന് 43.3 ഉള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി പറയുമ്പോൾ ലേശം കൂടിയായിരുന്നു, അത് 53.6 ആണ് അവിടുത്തെ കട്ട് ഓഫ്. നിങ്ങൾ ഇത് നോക്കിയാൽ മതി, 43.3 ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി പല ഉദ്യോഗാർത്ഥികളും സിലബസിന് പിന്നാലെ ആവും. എന്താണ് സിലബസ്? നമ്മൾ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ടൈമിലെ എക്സാമിന്റെ സിലബസ് എടുത്തു നോക്കും. സിലബസ് വലിയ രീതിയിൽ തന്നെ അങ്ങ് മാറാനായിട്ടുള്ള ചാൻസ് ഇല്ല. അതായത് കഴിഞ്ഞ വട്ടത്തെ സിലബസ് എന്ന് പറയുന്നതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ നോക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നും ഈ ഒരു സിലബസിൽ നിന്ന് മാറാനായിട്ട് ചാൻസ് ഇല്ല. 2 പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ഈ ഒരു കമ്പനി ബോർഡിൽ ഇല്ലായിരിക്കും. കാരണം ഓരോ കമ്പനിയും ഓരോ നേച്ചറിലുള്ളതാണ്. അപ്പോൾ ആ ഒരു ജോലിയുടെ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരൊറ്റ എക്സാമിന് അങ്ങനെ ചോദിക്കാനായിട്ട് പറ്റില്ല. GK അല്ലെങ്കിൽ ജനറൽ നോളജ് നോക്കുകയാണെങ്കിൽ അവിടെ മാർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിക്ക് അവിടെ എന്തുണ്ട്, 5 മാർക്കുണ്ട്. അതോടൊപ്പം തന്നെ ജോഗ്രഫിക്ക് 5 മാർക്കുണ്ട്, എക്കണോമിക്സിന് 5 മാർക്കുണ്ട്. കുറച്ചുകൂടി ലേശം കട്ടിയുള്ള ലെവലായിരിക്കും ഇവിടെ ചോദ്യങ്ങൾ വരുന്നതാണ്. ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയാണ്. ചിലപ്പോൾ പ്രിലിംസിനെക്കാളും തിരികൂടി കട്ടിയുള്ള ചോദ്യങ്ങളായിരിക്കും. പക്ഷേ ഇത് 100% ഉറപ്പുള്ള കേസൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വട്ടത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എല്ലാവരും കണ്ടതാണ്. അതായത് പല ചോദ്യങ്ങളും LGS നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു അവിടെ വന്നത്. ചിലപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കാം. പക്ഷെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, പാടാണെന്നുള്ള രീതിയിൽ എക്സ്പെക്ടേഷനോട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിൽ കുറച്ചുകൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവിടെ 5 മാർക്കാണ്.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോട് 5 മാർക്കുള്ളൂ. പക്ഷേ യൂണിവേഴ്സിറ്റി അസിൻ്റെ ഒക്കെ പ്രോബബിൾ സിലബസിൽ വരുമ്പോൾ അവിടെ മിക്കവാറും അവിടെ രണ്ട് എക്സാം ആയിട്ടായിരിക്കും നടത്താൻ പോകുന്നത്. രാവിലെ ഉച്ച കഴിഞ്ഞുള്ള 2 പേപ്പറുള്ള എക്സാം ആയിരിക്കും. അവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നല്ല വെയിറ്റേജ് ഉണ്ടായിരിക്കും. ഇനി കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇവിടെ 10 മാർക്ക് ഉണ്ടായിരിക്കും. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ഡിഗ്രി നിലവാരത്തുള്ള പരീക്ഷയാണ്. സോ കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ അവിടെ 6 മാർക്കാണ്. ഇനി ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ 3 മാർക്ക്. ഒരു LDC പരീക്ഷയുടെ ഒക്കെ ആ ഒരു ഡിസ്ട്രിബ്യൂഷനുമായിട്ട് സാമ്യമുണ്ട്. കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ അവിടെ 3 മാർക്ക് ഉണ്ടായിരിക്കും. ഇനി ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ്, ഓക്കെ, അതിന് എത്ര മാർക്കാണ്? 5 മാർക്കാണ്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, IT, ഇതൊക്കെ നമ്മുടെ ഏകദേശം ആ ഒരു LD ക്ലർക്കിന്റെ സിലബസുമായിട്ടൊക്കെ ചെറിയൊരു ബന്ധമുണ്ട്. 3 മാർക്കാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് അത് ഞാൻ പറഞ്ഞ LDC ആയിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. 5 മാർക്ക്. ഇത് തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിട്ടൊക്കെ നമ്മൾ പ്രത്യേകം പഠിക്കണം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും വിവരാവകാശ നിയമമൊക്കെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യമായിട്ടുള്ള ലോകളാണ്. ഇനി ബാക്കി നോക്കുകയാണെങ്കിൽ അവിടെ കറണ്ട് അഫയേഴ്സ് എത്ര മാർക്കാണ്? 15 മാർക്കിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. നമ്മൾ ഡിഗ്രി പ്രിലിംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ കറണ്ട് അഫയേഴ്സ് എന്നും പറഞ്ഞ് പ്രത്യേകം ഇല്ല. എങ്ങനെയാണ്? ഓരോ സബ്ജക്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയറുകളാണ് ഉള്ളത്. സോ ഇവിടെ കറണ്ട് അഫയേഴ്സ് നോക്കുകയാണെങ്കിൽ 15 മാർക്ക് എന്ന രീതിയിൽ തന്നെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സോ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഇവിടെ സെപ്പറേറ്റ് പഠിക്കണം. അവിടെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ ഏതാണ് പഠിക്കുന്നത്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ ആ വർഷം വന്ന പ്രധാനപ്പെട്ട വിധികളെല്ലാം നമ്മൾ എടുത്ത് നോക്കണമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കണം. ഇനി മാത്സ് നോക്കുകയാണെങ്കിൽ 10 മാർക്കേ ഉള്ളൂ. പ്രിലിംസിനെ പോലെ 20 മാർക്കൊന്നും ഇവിടെ ഇല്ല. 10 മാർക്കായിരിക്കും ഇവിടെ ഉണ്ടാകുക. കാരണം ഇപ്പോൾ പല ആളുകൾക്കും മാത്സ് ഒക്കെ ഇത്തിരി വീക്ക് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം നല്ലൊരു കാര്യമാണ്. ഇവിടെ 10 മാർക്കാണ് മാത്സ് ഉള്ളൂ. ഇനി ജനറൽ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ അതും 10 മാർക്കാണ്. മലയാളം പ്രിലിംസ് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ 10 മാർക്കായിരിക്കും. 100 മാർക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പരീക്ഷ എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ഒരു OMR ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ഈ ഒരു പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കും അല്ലെങ്കിൽ മെയിൻസിൻ്റെ സിലബസ് വന്നിട്ട് പഠിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കരുത്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ പഠനം ഊർജിതമാക്കണം. എങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. സോ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറും ഇതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. പുതിയ ബാച്ചിലേക്ക്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷനുകൾ തുടരുകയാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ സ്പെഷ്യലായിട്ട് മോണിറ്റർ ചെയ്തിട്ടുള്ള ഒരു കോച്ചിങ് ആയിരിക്കും നമ്മൾ നൽകാനായിട്ട് പോകുന്നത്. വ്യക്തമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടും വീക്കിലി എക്സാംസും, അതോടൊപ്പം തന്നെ എക്സാം അടുക്കുന്ന ദിവസങ്ങളിൽ ഡെയിലി എക്സാംസ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും, എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് തന്നെ പബ്ലിഷ് ചെയ്യും. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് കേമൻ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്തുണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. സ്പെഷ്യൽ ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതായത് ഇനി എങ്ങാനും സിലബസ് എങ്ങാനും മാറി ആണെങ്കിൽ അതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു കരിക്കുലം എന്ന് പറയുന്നത്. സോ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.